നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എം ഡി ടി.എ. ജോസഫ് ഇന്നലെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കള്ളപ്പണമില്ല, ഞങ്ങൾക്ക് പിന്നാലെ ഇഡിയോ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ ഇല്ല. ചിലർ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ്. മരിച്ചിട്ടും CJ റോയിയെ ചിലർ വേട്ടയാടുന്നുവെന്ന് ടി.എ. ജോസഫ് പറയുന്നു. ഇന്നലെയാണ് ഈ വീഡിയോ ടി.എ. ജോസഫ് പുറത്തുവിട്ടത്. നാളെ മുതൽ കൊച്ചിയിലെ ഓഫീസിൽ താൻ ഉണ്ടാകുമെന്നും ഈ വീഡിയോയിൽ ടി.എ. ജോസഫ് പറയുന്നുണ്ട്. എന്നാൽ കൊച്ചിയിലേക്ക് ഇപ്പോഴെത്തുന്നത് കർണാടക പോലീസ് സംഘമാണ്. CJ റോയിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസ് സംഘം കൊച്ചിയിലേക്കെത്തി. കേരളത്തിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളടക്കം പരിശോധിക്കുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം. ഇന്നലെ ടി.എ. ജോസഫ് പറഞ്ഞത്, ബംഗളൂരുവിൽ നിലവിൽ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ കേരളത്തിൽ കൊച്ചി മേഖലയിലാണ് തങ്ങൾ ഏറ്റവുമധികം ഫ്ളാറ്റ് നിർമ്മാണം നടത്തുന്നത്. ബംഗളൂരുവിൽ വലിയ പ്രോജക്റ്റുകൾക്കുള്ള ലാൻഡ് ബാങ്കിംഗാണ് മുഖ്യമായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ബിസിനസ് എന്ന് ടി.എ. ജോസഫ് പറയുന്നു. മറുവശത്ത് എന്തുകൊണ്ട് CJ റോയി മരിച്ചു എന്നതിൻ്റെ ഉത്തരം ഇപ്പോഴും അജ്ഞാതമായി തുടരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് CJ റോയി നടത്തിയ 3 ഇൻ്റർനെറ്റ് കോളുകൾ ഏറെ ദുരൂഹതയാണ് ഇപ്പോൾ അന്വേഷണ സംഘവും ഈ കോളുകൾക്ക് നൽകുന്നത്. ആദായനികുതി വകുപ്പ് റോയിയുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ആസ്ഥാനത്തും അവരുടെ ഓഫീസുകളിലുമൊക്കെ റെയ്ഡുകൾക്ക് തുടക്കമിട്ടത് 1 മാസം മുൻപ്. അതിന് തൊട്ടു പിന്നാലെ വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നു CJ റോയി. CJ റോയിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ആദായനികുതി വകുപ്പിൻ്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ വിഷാദരോഗത്തിന് ചികിത്സ തേടാനുള്ള കാരണവും SIT അന്വേഷിക്കുന്നു. കഴിഞ്ഞ 4 മാസക്കാലത്തിലേറെയായി റോയി വിഷാദത്തിന് ചികിത്സ തേടിയിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ചുരുക്കത്തിൽ 1 മാസം മുൻപ് തുടങ്ങിയ ആദായനികുതി വകുപ്പിൻ്റെ റെയ്ഡിന് വളരെ മുൻപ് തന്നെ റോയി വിഷാദരോഗത്തിന് ചികിത്സ തേടിയിരുന്നു. ഇവിടെയാണ് വലിയൊരു സംശയം. കഴിഞ്ഞ 6-7 മാസമായി റോയിയുടെ ചില പ്രോജക്റ്റുകൾ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് വീണിരുന്നു. ഇതിൻ്റെ തുടർച്ചയാണോ ഈ വിഷാദരോഗം? എന്നാൽ അമേരിക്കയിലുള്ള തമ്പി കണ്ണന്താനം വെളിപ്പെടുത്തുന്നതനുസരിച്ച് റോയിയുടെ ആരോഗ്യനിലയിൽ ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതും വിഷാദരോഗത്തിലേക്ക് റോയിയെ നയിച്ചിരിക്കാം. ബംഗളൂരു ജയനഗർ 8 ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു വിഷാദരോഗത്തിന് റോയി ചികിത്സ തേടിയത്. അടുത്തിടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചില പ്രോജക്റ്റുകളിൽ കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു. പ്രോജക്റ്റുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചു. തങ്ങൾ കടം വാങ്ങാതെയാണ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതെന്നായിരുന്നു CJ റോയിയുടെ അവകാശവാദം. എന്നാൽ പ്രോജക്റ്റുകൾക്ക് നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്ന വിവരം CJ റോയിയുടെ മരണത്തിന് ശേഷം നമ്മൾ കേട്ടു. ഒപ്പം നിക്ഷേപകർ കൂട്ടത്തോടെ പണം തിരികെ ആവശ്യപ്പെട്ടിരുന്നു എന്ന വാർത്തകളും. റോയിയുടെ മരണത്തിന് പിന്നാലെ നിക്ഷേപകർ പരിഭ്രാന്തിയിലാണ്. ഒരുപക്ഷെ ഇതാവാം ഇപ്പോൾ ഗ്രൂപ്പ് MD നടത്തിയ ആ വീഡിയോയുടെ പിന്നിലുള്ള കാരണവും. CJ റോയിയുടെ മരണം നിലവിലുള്ള തങ്ങളുടെ പദ്ധതികളെ ബാധിക്കില്ല എന്നാണ് കോൺഫിഡൻറ്റ് MD ടി.എ. ജോസഫ് പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പടരുന്ന വാർത്തകൾ തെറ്റാണ്. ആരെയും കബളിപ്പിച്ച പണം കൊണ്ടല്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് പ്രവർത്തിച്ചത് എന്നാണ് ടി.എ. ജോസഫ് പറയുന്നത്. ബംഗളൂരുവും കൊച്ചിയും കേന്ദ്രീകരിച്ചായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ. ബംഗളൂരു CJ റോയിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ, കൊച്ചിയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് താനാണ് എന്ന് ടി.എ. ജോസഫ് പറയുന്നു. ബംഗളൂരുവിൽ നേരിട്ടുള്ള ഫ്ളാറ്റ് പദ്ധതികൾ കുറവാണ്. സ്ഥലമെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ച് മറ്റ് ബിൽഡേഴ്സിന് കൈമാറുകയായിരുന്നു തങ്ങളുടെ മുഖ്യ പദ്ധതി. ഇത് ജോയിന്റ് വെഞ്ചർ എന്ന നിലയിൽ സംയുക്തമായി പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു പ്രോഗ്രാമാണ്. കേരളത്തിൽ നേരിട്ട് ഫ്ളാറ്റുകൾ നിർമ്മിക്കുന്നു. കഴിച്ച 15-20 വർഷമായി താൻ ഇതിന് നേരിട്ട് നേതൃത്വം നൽകുന്നുവെന്നാണ് ടി.എ. ജോസഫ് പറയുന്നത്. അതേ നിലയിൽ ഇനിയും തുടരുമെന്ന് ജോസഫ് കൂട്ടിച്ചേർത്തു. വെടിയേറ്റ് മരിക്കുന്നതിന് തലേന്നും CJ റോയി സൈക്യാട്രിസ്റ്റിനെ കണ്ടിരുന്നു എന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത് എന്തിനെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ അന്വേഷണം നടത്തുമെന്നാണ് കർണാടക ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. കർണാടക ആഭ്യന്തരമന്ത്രി പരമേശ്വര പറയുന്നത് അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം പ്രത്യേകം അന്വേഷിക്കുമെന്നാണ്. ഇതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഹിസ്റ്ററി പരിശോധിക്കും. കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ നിർണായക പണമിടപാടുകളെ സംബന്ധിച്ച് റോയിയുടെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നുവെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു. ഇവിടെയാണ് മരിക്കുന്നതിന് മുൻപ് CJ റോയി ആരൊക്കെയായാണ് ഫോണിൽ സംസാരിച്ചത് എന്നതിന് കൂടുതൽ പ്രാധാന്യം വരുന്നത്. CJ റോയിയുടെ ഡയറിക്കുറിപ്പ് സംബന്ധിച്ച് വ്യത്യസ്ത വാർത്തകളാണ് ഇപ്പോഴും മുഴങ്ങുന്നത്. ഡയറിക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വമ്പൻ രാഷ്ട്രീയ നേതാവിൻ്റെ പേരിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ വലിയ കോലാഹലമുയരുന്നു.
ആദായനികുതി വകുപ്പിനെ കുറ്റപ്പെടുത്താതെയാണ് റോയിയുടെ കുടുംബം റോയിയുടെ മരണം സംബന്ധിച്ച പരാതി പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. മരണശേഷം സെൻട്രൽ ബംഗളൂരുവിലെ അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഫയൽ ചെയ്ത പരാതിയിൽ പറയുന്നത് ഇങ്ങനെ. ബംഗളൂരുവിലെ ലാങ്ഫോർട്ട് റോഡിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പ് ഓഫീസിൽ റോയിയും മാനേജിംഗ് ഡയറക്ടർ ടി.എ. ജോസഫും കൂടി എത്തുന്നു. റോയി തൻ്റെ ക്യാബിനിൽ കടക്കുന്നതിനിടെ അമ്മയോട് സംസാരിക്കാനുണ്ട് എന്ന് ജോസഫിനോട് പറഞ്ഞു. ജോസഫ് ഉടൻ തന്നെ പുറത്തിറങ്ങി. പിന്നീട് ജോസഫ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തടഞ്ഞു. ആരെയും അകത്തേക്ക് കടത്തിവിടണ്ട എന്നാണ് സി.ജെ. റോയി പറഞ്ഞിരിക്കുന്നതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ. കുറച്ചു സമയം ജോസഫ് കാത്തിരുന്നു. പിന്നീട് ക്യാബിനിലെത്തി വിളിച്ചു. പക്ഷെ ക്യാബിൻ തുറക്കുന്നില്ല. അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ. വിളിച്ചിട്ട് പ്രതികരണവുമില്ല. തുടർന്ന് ബലം പ്രയോഗിച്ച് വാതിൽ തുറന്നുവെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. സി.ജെ. റോയിയുടെ മരണത്തെക്കുറിച്ച് തമ്പി ആന്റണി കുറിക്കുന്നത് ഇങ്ങനെ. സി.ജെ. റോയിയുടെ പതനം ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും. ഏതൊരു വൻമരത്തിനും ബാധകമായ സത്യം തന്നെ. ഇത് ഞാൻ ഒരിക്കൽ ഇന്നത്തെ ചിന്തയായി എഫ് പേജിൽ കുറിച്ചതാണ്. അതുതന്നെ കോൺഫിഡന്റ് ഗ്രൂപ്പ് മേധാവി സി.ജെ. റോയിയുടെ പതനത്തിൽ നാം കാണുന്നു. ആത്മഹത്യ കുറിപ്പ് മുൻകൂട്ടി എഴുതിവെച്ച സാഹചര്യത്തിൽ അതും അത്ര വിശ്വസനീയമല്ല. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മാനസിക സംഘർഷം കൊണ്ടാണ് സ്വയം വെടിവെച്ചത് എന്ന് വിശ്വസിക്കാൻ എനിക്കിപ്പോഴും പ്രയാസം. നമ്പൂതിരിയുടേത് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ചതിച്ചെന്ന ആരോപണം ഞാൻ വിശ്വസിക്കുന്നില്ല. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ നിരവധി ഉയരങ്ങളിലേക്ക് എത്തിച്ച സി.ജെ. റോയിയുടെ സാന്നിധ്യം തന്നെയായിരിക്കണം. അല്ലായിരുന്നുവെങ്കിൽ ഒരു നിക്ഷേപവുമില്ലാതെ ബുദ്ധിമാനായ നമ്പൂതിരി റോയിയെ പങ്കാളി ആക്കുമായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ബിസിനസ് ലോകത്ത് സാധാരണമാണ്. പിന്നീടുണ്ടായ പിണക്കങ്ങളും വേർപാടും അത്ര അസ്വാഭാവികമായ കാര്യങ്ങളല്ല. ഇതെല്ലാം സംബന്ധിച്ച് സംസാരിക്കേണ്ട നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. എന്നാൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ എവിടെ എന്ന കാര്യത്തിൽ പോലും ആർക്കും വ്യക്തമായ അറിവില്ല. ഒരു സിനിമാ നിർമ്മാതാവെന്ന നിലയിൽ ഞാൻ ആദ്യം സി.ജെ. റോയിയെക്കുറിച്ച് കേൾക്കുന്നത് കാസിനോവ എന്ന സിനിമയിൽ എൻ്റെ അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് നിർമ്മാണ പങ്കാളിയായപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ പേര് പരിചയത്തിലാകുന്നു. അന്ന് ആ സുഹൃത്ത് എന്നോട് ഉപദേശം ചോദിച്ചപ്പോൾ പറ്റുമെങ്കിൽ എത്രയും വേഗം നിക്ഷേപിച്ച തുക തിരിച്ചെടുക്കുക, പുതിയ സംരംഭം തുടങ്ങുന്നതാണ് നല്ലത്. സിനിമാ നിർമ്മാണത്തിൽ എനിക്ക് തന്നെ ഉണ്ടായ നഷ്ടാനുഭവങ്ങളാണ് ആ നിരുത്സാഹപ്പെടുത്തലിൻ്റെ കാരണം. സുഹൃത്ത് ഉപദേശം സ്വീകരിച്ചതുകൊണ്ട് വലിയ നഷ്ടം ഒഴിവായി. പിന്നീട് കാസിനോവ റോയിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയെന്ന വാർത്ത പുറത്തു വന്നു. അതിനുശേഷം സോഷ്യൽ മീഡിയയിലെ സി.ജെ. റോയിയെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റേതോ റോയി ആകുമെന്ന് കരുതി. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടു. അവ എന്നെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി. പ്ലെയിൻ യാത്രയിൽ പ്ലെയിൻ ക്രാഷ് ചെയ്യാൻ പോകുകയാണ് എന്ന് പൈലറ്റ് അനൗൺസ് ചെയ്താലും ഞാൻ ഡപ്പാങ്കൂത്ത് കളിക്കും. ജീവിതം ഓരോ നിമിഷവും ആഘോഷിക്കാനുള്ളതാണ്. ഇതൊക്കെയാണ് സി.ജെ.ആർ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് മരണത്തെ ഒരിക്കലും ഭയപ്പെട്ടിരുന്നില്ല. ഇംഗ്ലീഷ് കവിയായ ജോൺ ഡൺ പറഞ്ഞ ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന കാവ്യ വചനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നത് പോലെ 12ഓളം റോയ്സ് റോയ്സുകൾ, നടക്കുമ്പോൾ 15ഓളം അംഗരക്ഷകർ, ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ മുഴുവൻ ഫ്ലോർ ബുക്ക് ചെയ്യൽ, പ്രത്യേക എലിവേറ്റർ, ഇത്രയും സുരക്ഷാഭ്രമം ആരെ പേടിച്ചിട്ടാണ്? സമ്പത്ത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരുടെ കയ്യടിയോ അസൂയോ നേടാനുള്ള വ്യഗ്രത, ഇതിൻ്റെയൊക്കെ ഉദ്ദേശം. പെട്ടെന്ന് പണക്കാരനായാൽ ചിലർക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ, അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ സി.ജെ. റോയി എന്ന് തോന്നുന്നു. ഇത്രത്തോളം വിദ്യാഭ്യാസവും അനുഭവമുള്ള ഒരാൾ, അതും ഡോക്ടർ സി.ജെ. റോയി, അത്തരമൊരു മാനസികാവസ്ഥയിലെത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവം. അദ്ദേഹത്തിൻ്റെ അവസാന വീഡിയോകളിലെ ശരീരഭാഷയും ശരീരാവസ്ഥയും പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടു. ജീവിതം ആഘോഷിക്കുന്നതായി ശരീരഭാഷ പറയുമ്പോഴും ശരീരം തീർത്തും അനാരോഗ്യപരമായി കാണപ്പെട്ടു. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ സ്വന്തം ആരോഗ്യത്തെ അവഗണിക്കുന്ന സമ്പന്നരെ കണ്ടാൽ അതാണ് എനിക്ക് ഏറ്റവും അതിശയകരമായി തോന്നുന്നത്. എന്തൊക്കെ നേടിയാലും ആരോഗ്യമില്ലെങ്കിൽ അതിനൊക്കെ എന്ത് വില? സ്വയം മരിച്ചില്ലായിരുന്നുവെങ്കിലും അധിക നാൾ ജീവിച്ചിരിക്കാനുള്ള ഒരു ശരീരഭാഷ ആയിരുന്നില്ല റോയിയുടേത്. ഈ അവസ്ഥ മറ്റുള്ള സമ്പന്നർക്കെങ്കിലും ഒരു പാഠമാകട്ടെ. എത്ര പണമുണ്ടാക്കിയാലും തിരക്കുണ്ടെങ്കിലും ദിവസേന ആരോഗ്യ സംരക്ഷണത്തിന് മുൻഗണന നൽകുക. പണം പോയാൽ വീണ്ടും ഉണ്ടാക്കാം, ആരോഗ്യം പോയാൽ പണം കൊണ്ട് എന്തു പ്രയോജനം? ഇപ്പോൾ ഓർമ്മയിൽ വരുന്നത് കമ്പ്യൂട്ടർ മാന്ത്രികനും ബ്രില്യനുമായ സ്റ്റീവ് ജോബ്സിൻ്റെ അവസാനകാല വാക്കുകളാണ്. ഐ ഹാവ് ഓൾ ദ മണി ഇൻ ദ വേൾഡ് ബട്ട് ഐ കാൺട്ട് ബൈ ഹെൽത്ത്. അവസാനം ബാക്കിയാകുന്ന പാഠം ഇത്രമാത്രം: ഹെൽത്ത് ഈസ് വെൽത്ത്. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ പോവുക നിർഭാഗ്യകരമാണ്. അമ്മയുടെ കുടുംബത്തിൻ്റെയും സങ്കടങ്ങൾ കണ്ടു നിൽക്കാനാവില്ല. പ്രണാമം. സി.ജെ. റോയിയുടെ മരണത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കുറിപ്പുകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴിതാ നടി മായാ മേനോൻ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നു. കേരളത്തിൽ ആത്മഹത്യ ചെയ്ത പ്രവാസി വ്യവസായി സാജൻ പാറയിലിനെയും അന്തരിച്ച വ്യവസായി സി.ജെ. റോയിയുടെയും മരണങ്ങൾ താരതമ്യം ചെയ്യുകയായിരുന്നു അവർ. ഇരുവരുടെയും ജീവിത സാഹചര്യങ്ങളും മരണകാരണങ്ങളും തികച്ചും വ്യത്യസ്തമാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു.
CJ റോയിയുടെ മരണത്തിലെ ദുരൂഹതകൾ പുറത്തു വരും മുൻപ് സാജനെ പോലൊരു പാവം മനുഷ്യനായി അദ്ദേഹത്തെ കൂട്ടിക്കെട്ടരുത് എന്നാണ് അവർ പറയുന്നത്. തന്റെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം മുഴുവൻ സർക്കാർ അനാസ്ഥ മൂലം നഷ്ടപ്പെടും എന്ന ഘട്ടത്തിൽ നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യ ചെയ്ത വ്യക്തിയാണ് സാജൻ പാറയിൽ. സാജൻ സർക്കാർ ക്രൂരതയുടെ ഇരയാണ്. എന്നാൽ CJ റോയിയുടെ മരണത്തിൽ ഒട്ടേറെ ദുരൂഹതകൾ ഇനിയും ചുരുളഴിയേണ്ടിയിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹം മരണത്തിന് തയ്യാറെടുത്തിരുന്നു. ഇക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകൾ വ്യക്തമാക്കുന്നു. മരണത്തിന് തൊട്ടു മുൻപ് നടത്തിയ 3 ഇന്റർനെറ്റ് കോളുകൾ ഈ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. മരണം വരെ പണമെറിഞ്ഞ് സർക്കാരിനെയും മാധ്യമങ്ങളെയും ഒക്കെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള വ്യക്തിയായിരുന്നു റോയി. എന്നാൽ സാജൻ ആരെയും ചതിക്കാതെ നേരായ വഴിക്ക് നടന്ന ഒരു പാവം പ്രവാസി. റോയിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മുഴുവൻ പുറത്തു വരും മുൻപ് പാവം സാജനെ പോലൊരാളുടെ ആത്മഹത്യയുമായി ഇങ്ങേരുടെ മരണത്തെ താരതമ്യം ചെയ്യുന്നത് എന്തുകൊണ്ടും ശരിയല്ല എന്ന് മായാമേനോൻ പറഞ്ഞു വെക്കുന്നു. സാജൻ ആരെയും തന്റെ ബിസിനസ് കാര്യത്തിൽ ചതിച്ചിട്ടില്ല. സ്വന്തം കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ പണം മുഴുവൻ സർക്കാർ അലംഭാവം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാതെ വന്നപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ ആ സാധു മനുഷ്യൻ സ്വയം ജീവനൊടുക്കി. എന്നാൽ റോയി മരണം വരെ കാശെറിഞ്ഞു. കേരള സർക്കാർ മുതൽ ഇവിടുത്തെ മുൻനിര ചാനലുകളെ വരെ സ്വന്തം വരുതിയിൽ നിർത്തിയ ആളാണ് അദ്ദേഹം. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ റോയി ചതിച്ചോ പറ്റിച്ചോ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു. ആ കുറിപ്പിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. എന്നാൽ ഈ കുറിപ്പിനെ കണ്ണടച്ച് വെള്ളം തൊടാതെ വിഴുകാൻ നമുക്ക് അത്ര മനസ്സ് വരുന്നില്ല. എങ്കിലും ഈ കുറിപ്പിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഉടമ KK നമ്പൂതിരിയെയും ഭാര്യയെയും കുറിച്ചുള്ള നിറം പിടിപ്പിച്ച കഥകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ അവരെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്നൊരു കുറിപ്പ് ഇവിടെ ഷെയർ ചെയ്യുന്നു. ശരിയേത് തെറ്റേത് എന്ന് വായിക്കുന്നവർ തിരിച്ചറിയുക. ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ കോൺഫിഡന്റ് റോയി പറ്റിച്ചോ? സോഷ്യൽ മീഡിയയിലെ സകല അലവലാദികളും നിറം പിടിപ്പിച്ച കഥകളുമായി ഇറങ്ങിയിട്ടുണ്ട്. ചില ഓൺലൈൻ ചാനലുകൾ ഏതോ അലവലാദികൾ എഴുതിയ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറിപ്പുകൾ വായിച്ച് ആത്മരതി അടയുന്നു. 2 പതിറ്റാണ്ടായി നമ്പൂതിരി ചേട്ടനെയും ഭാര്യ ലതയും റോയിയെയും നേരിട്ടറിയാം. നമ്പൂതിരി ചേട്ടന്റെ BTM ലേഔട്ടിലെ 55 നമ്പർ വീട്ടിലെ സംഗീത സാഹിത്യ ബിസിനസ് സദസ്സുകളിൽ പല രാത്രിയിലും പങ്കെടുത്തിട്ടുണ്ട്. അവർ പലതവണ വീട്ടിലും വന്നു. ഒരിക്കൽ മൂകാംബിയിൽ ദാസേട്ടനെയും കൊണ്ടുപോയപ്പോൾ ഒന്നിച്ചാണ് പോയത്. ഇന്നലെയും ലതച്ചേച്ചിയുമായി 1 മണിക്കൂർ സംസാരിച്ചു. സത്യമറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി പറയട്ടെ, റോയി ക്രിസ്റ്റൽ ഗ്രൂപ്പിനെയും നമ്പൂതിരിയെയും പറ്റിച്ചു എന്നവർ ഒരിക്കലും പറയില്ല. കൃഷ്ണൻ നമ്പൂതിരി വിദേശത്ത് പോയി സമ്പാദിച്ചു കൊണ്ടുവന്ന പണമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ മൂലധനം എന്നൊക്കെ സോഷ്യൽ മീഡിയ പറയുന്നത് അസംബന്ധമാണ്. കെൽട്രോണിലെ ജോലിക്ക് ശേഷമുണ്ടായിരുന്ന ചെറിയ തുകയും ബാംഗ്ലൂരിലെ ഒരു ധനികൻ ആയിരുന്ന പോൾ ഫെർണാണ്ടസുമായുള്ള ആദ്യകാല ബന്ധങ്ങളും ജഗദീഷ് ചിന്നപ്പ, കൃഷ്ണഗൗഡ, ബസവരാജ് തുടങ്ങിയവരുടെ സഹായവുമാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിൻ്റെ മൂലധനം. പോൾ ഫെർണാണ്ടസിന് ഫേൺ എസ്റ്റേറ്റ്സ്, ഫേൺ ഗാർഡൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഫെർണാണ്ടസിൻ്റെ പേരിലെ ഫേൺ പോലെ കൃഷ്ണൻ എന്ന പേരിലെ ക്രിസ്, ലത എന്ന പേര് തിരിച്ചിട്ട് TAL, അങ്ങനെ ക്രിസ്റ്റൽ എന്ന പേരിൻ്റെ ഉത്ഭവം. ഇന്ദിരാനഗറിലെ 100 ഫീറ്റ് റോഡിൽ 12 പേരുടെ 5 ലക്ഷം രൂപ കൊണ്ട് 60 ലക്ഷം മുതൽ മുടക്കിൽ തുടങ്ങിയ സ്ഥാപനം. എന്തിനാണ് റെൻ്റ് അടയ്ക്കുന്നത് എന്ന് പരസ്യവാചകത്തോടെ 4500 രൂപ നിക്ഷേപം എന്ന രീതിയിൽ തുടങ്ങിയ സ്ഥാപനം. അവിടെ കേവലം 5000 രൂപ മാസശമ്പളത്തിൽ തുടങ്ങിയ റോയി ചുരുങ്ങിയ കാലം കൊണ്ട് ബാക്ക് ബോണായി വളരുകയായിരുന്നു. ആൽഫ 2, ആൽഫ 3 അങ്ങനെ പൊടുന്നതിനൊരു വളർച്ച. വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ക്രിസ്റ്റലിൻ്റെ ഓഫീസിൽ നിന്ന് സെൻഡോഫോടുകൂടി റോയി പിരിയുന്നു. റോയി അസാമാന്യ കാഴ്ചപ്പാടുകളും ദീർഘധാരണകളുമുള്ള ഒരു വിക്ഷണറിയായിരുന്നു. അങ്ങനെ പിരിയുമ്പോൾ ഉണ്ടാക്കിയ ധാരണയിൽപ്പെട്ട സ്ഥലമായിരുന്നു റോയി അടക്കിയ കോൺഫിഡൻറ്റ് കാസ്കേഡ് എന്ന ഇന്നത്തെ റിസോർട്ട്. റോയി കൊടുത്തൊരു അഭിമുഖത്തിൽ വേണ്ടെന്ന് പറഞ്ഞ സ്റ്റാഫിനെ മാത്രമാണ് എടുത്തത് എന്നത് മാത്രമാണ് വസ്തുതയോട് നിരക്കാത്തത്. കൂടാതെ ബേസിക് MOU മാത്രമുണ്ടായിരുന്ന പല പ്രോപ്പർട്ടികളിലും പിന്നീട് കോൺഫിഡൻറ്റിൻ്റെ ബോർഡ് വന്നു. മിസ്മാനേജ്മെൻറ്റ് കൊണ്ട് ക്രിസ്റ്റൽ ഗ്രൂപ്പ് പതിയെ തീർന്നു തുടങ്ങിയപ്പോൾ മറുവശത്ത് തന്ത്രമറിയാവുന്ന ഓപ്പർച്യൂണിസ്റ്റായ റോയി വളർന്നത് ബിസിനസ്സിൽ സ്വാഭാവികം. പിരിഞ്ഞതിന് ശേഷം 2 കുടുംബങ്ങളും തമ്മിൽ ബന്ധം പുലർത്തി. ഖത്തറിലെ പാർട്ടികളിലും റോയിയുടെ വിഖ്യാതമായ ദുബായിലെ എമിറേറ്റ്സ് വില്ലയിലും അവർ ഒന്നിച്ചുകൂടി. ഒരു കാര്യം വ്യക്തമാണ്, ക്രിസ്റ്റലിൽ നിന്ന് പിരിഞ്ഞ റോയിക്ക് ക്രിസ്റ്റൽ ഗ്രൂപ്പ് അന്ന് MOU വെച്ച പല സ്ഥലങ്ങളും പിന്നീട് നേടാൻ കഴിഞ്ഞു. പല പദ്ധതികളും അവർ സ്വന്തമാക്കി. ഒപ്പം ക്രിസ്റ്റലിലെ കുറേ ജീവനക്കാരെയും ഒപ്പം കൂട്ടി റോയി. അതുതന്നെയാണ് റോയിയുടെ തുടക്കം. അക്കാര്യം ഈ കുറിപ്പും സാക്ഷ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഇതിലൊക്കെ അപ്പുറം ഗൾഫിലെ, പ്രത്യേകിച്ച് ദുബായിലെ ബിസിനസ് ഇടപാടുകൾ സംബന്ധിച്ച ദുരൂഹത, അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആരും പ്രതികരിക്കുന്നില്ല? എന്തായാലും കേന്ദ്ര ഏജൻസികൾ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘവും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.